ആ സൗണ്ട് കേട്ടിട്ട് ചേട്ടനെ പോലെ ഉണ്ട്. ആളാരാന്ന് അറിയത്തില്ല, അതേ സൗണ്ടാണ്. ചിലപ്പോൾ അത് ചേട്ടനായിരിക്കാൻ ചാൻസ് ഉണ്ട്, അറിയത്തില്ല അതാരാന്ന്. ഹായ് ഗൈസ്, അപ്പോൾ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ ഋഷികേശ് എത്തുന്നവരെയായിരുന്നു നമ്മളെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും ഒന്നും ചെയ്തില്ല, റെസ്റ്റായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ഇപ്പോൾ എത്രയും സമയം 2-2:15 അപ്പോൾ ഞങ്ങൾ ബഞ്ചി ജമ്പിങ്ങിന് പോകാമെന്നുള്ള ഐഡിയയിൽ നിൽക്കുകയാണ്. ഇവിടെ ഇന്ത്യാസ് ലാർജസ്റ്റ് ഉണ്ട്, ഇന്ത്യാസ് ഹയസ്റ്റ് ഉണ്ട് 117 മീറ്റർ. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ബുക്ക് ചെയ്തു. അത് ഇനിയിപ്പോൾ അതിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ടാക്സി ഒന്നും കിട്ടാനുള്ള വീക്കെൻഡാണ്, ഭയങ്കര ബ്ലോക്കും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ടാക്സി നമ്മൾ എടുക്കുന്നില്ല, നമ്മളിവിടെ നിന്നൊരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് അതിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കഴിഞ്ഞിട്ട് നമ്മൾ അതിലാണ് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇറക്കും. ഇവിടെ ഗ്രീൻ യെല്ലോ കളർ ബോർഡൊക്കെ ബ്ലാക്കിലും നമ്മളിപ്പോൾ അതിലേക്ക് ഇറക്കും. അതാ ഈ കടയിൽ നിന്നാണ് നമ്മൾ സ്കൂട്ടർ എടുത്തത്. ഹരിക്കുട്ടൻ വണ്ടി ഓടിക്കുന്നു. പോട്ടെ, ഇന്ത്യക്കായിട്ടൊക്കെ ഇടുന്നു, എന്തിനാണ്ട യു എടുത്തോ. ഇതാ ഒരു പുഴ പോലത്തെ സാധനം വറ്റി വരേണ്ട കിടക്കുന്നു, ഒരു തുള്ളി വെള്ളമില്ല. വണ്ടി പാർക്ക് ചെയ്ത്, അതെ വണ്ടി പാർക്ക് ചെയ്തിട്ട്. ഓ, അവിടെ ബസ്സൊക്കെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതാ ഈ റേറ്റ് വേനൽക്കാല പാർക്കിംഗ്. നല്ല ട്രാഫിക്കാണ് കേട്ടോ. ഇതാ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് കേട്ടോ, ചുമന്ന് കിടപ്പുണ്ട് അങ്ങോട്ട്. തന്നെ ഇവിടെ പിന്നെ മൊത്തത്തിൽ ആൾക്കാർ ട്രാഫിക്ക് നോക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. റാഫ്റ്റിങ്ങിൻ്റെ വഞ്ചിയാണ് ഈ ഫ്രണ്ടിൽ കൊണ്ടുപോകുന്ന സാധനം. നമ്മളെ റാഫ്റ്റിങ്ങിന് പോകണേ താഴെ നിന്ന് ബുക്ക് ചെയ്ത അവന്മാർ ഈ വണ്ടിയിൽ ആൾക്കാരെ കയറ്റി മേളിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് താഴെ വരെ എത്തി. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. റാഫ്റ്റിങ്ങിന് പോകുന്ന ആൾക്കാരാണ് ഇത് മൊത്തം. റാഫ്റ്റിംഗ് ഒക്കെ തുടങ്ങുന്ന സ്ഥലം ഇതാണെന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ ആ സൈഡിൽ കൂടെ അങ്ങോട്ടൊക്കെയാണ് അറിയിപ്പോകുന്നത്. കുത്തിക്കയറ്റുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിലല്ല, ഇവിടെയുണ്ട് ഇഷ്ടം പോലെ. അത് മലയിലാണ്, ഇവിടെ ഉള്ളൂ. മലയുടെ മേളിലൊക്കെ 2-3 ലൈനായിട്ടാണ് ആൾക്കാർ നടക്കണം. എതിരെ വരുന്നവനും കുഴപ്പമില്ല. അതെ, ആരും ചീത്തയും പറയില്ല, ഒന്നും പറയില്ല. എല്ലാരും ഒതുക്കി എടുത്തിട്ട് പോകും. ഇതേ ആ മഞ്ഞ കളറിൽ കാണുന്ന സാധനമാണ് ഞാൻ ചാടാൻ പോകുന്നത്. 117 മീറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ വണ്ടി തോന്നില്ല അവിടെ പാർക്ക് ചെയ്തിട്ട് കയറി പോവാണ്. വേണ്ട ഒരെണ്ണം, ഈ നീല ഒരെണ്ണം അതിൻ്റെ അപ്പുറത്തേലാണ് ആക്ച്വലി ഞാൻ ചാടാൻ വേണ്ടി ബുക്ക് ചെയ്തേക്കണേ. 117 മീറ്റർ എങ്ങാണ്ടാണ് ആ സാധനത്തിൻ്റെ ഹൈറ്റ്. അവിടെ വേറെ സാധനങ്ങളുണ്ട്. ആ, ഇത് ഒരാളിനെ അവിടെ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നലെ അതെ തിരിച്ച് വലിച്ചു കയറ്റുന്നതാ. ഞങ്ങൾ ഇന്നലെ ഇതിലേ കൂടെയാണ് പോയത്, പക്ഷെ ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യാസ് ലാർജസ്റ്റ് ഇന്ത്യാസ് ഹയസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മേളിലോട്ട് കയറാൻ ലിഫ്റ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഇപ്പോൾ തൽക്കാലം വയറിൽ ഭക്ഷണമൊന്നുമില്ല, ഛർദ്ദിക്കൂല, അതൊക്കെ പോയി. അതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകില്ല എന്ന് വിചാരിക്കാം. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് UK ബഞ്ചി മാസ്റ്റേഴ്സാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അയ്യോ, അത് കണ്ടില്ല. ഇതിലെ കൂടെയാണ് ഇതിനകത്തോട്ട് കയറണേ. അമ്മേ എന്താവൂ. ഇവിടുന്ന് കണ്ടിട്ട് വലിയ ധൈര്യത്തിൽ പോയി ബുക്ക് ചെയ്താൽ കണ്ടിട്ട് ഇപ്പം ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങ് മനുഷ്യന്മാരൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ചാടി ഇവിടെയാണ് ഇവരുടെ ഓഫീസൊക്കെ.
നമുക്ക് ഇവിടെ പോയി ചോദിച്ചോ. അവർ അസിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതെ, ഇങ്ങനെ ഒരു ഫോം തന്നിട്ടുണ്ട് കേട്ടോ. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനം ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ കുഴപ്പമൊന്നുമില്ല, സ്വന്തം റിസ്കിലാണ് ചാടുന്നത്. ചാടിയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നെ ഒരു സീനടിച്ചു, എന്നെ സീനടിച്ചിട്ട് വാച്ചടക്കം എല്ലാം മാറ്റണം. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് വെച്ചോ. हमारी गाड़ी आपको क्या करना है, हमारी गाड़ी आएगी छोड़े की टावर के बेस पर, वहाँ पे स्लिप करनी नीचे, देन लिफ्ट से 7th फ्लोर जाओ, ऊपर पहुँचोगे आपको हार्नेस पहनाएंगे। जब जंप करने के लिए जाओगे 2 अटेम्प्ट मिलते हैं। पहले में नहीं करोगे आपको बिठाएंगे, मोटिवेट करेंगे, देन सेकंड चांस। अगर दोनों में नहीं कर पाए बैकआउट कर देते हैं। बैकआउट करोगे कोई भी पेमेंट रिफंडेबल नहीं है, इसलिए आप जंप कंप्लीट करके आना। देन नीचे आओगे, लैंडिंग एरिया में हमारे मेंबर रहेंगे, आपको सेफ नीचे उतारेंगे। आप उनसे अपना सर्टिफिकेट लेना, लैंडिंग एरिया के बगल में जाना, वहाँ पे वीडियोग्राफी का ऑफिस है, वहाँ पे जाएंगे, अपने डाटा आने का वेट करना, स्टाम्प लगाना, जो दिखाने वहाँ पे व्हाट्सअप नंबर देना, वो आपका डाटा डॉक्यूमेंट बना के सेंड कर देंगे। അപ്പോൾ ഇവരെനിക്ക് ക്ലാസ് ഒക്കെ എടുത്തു. അതാണ്ട് ഇതും കൂടെ വെച്ചോ. അപ്പോൾ ഇവരെനിക്ക് ക്ലാസ് എടുത്തു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടിയേ പറ്റുള്ളൂ. ചാടാണ്ട് അതിൻ്റെ മേളിൽ കയറി ചാടാണ്ട് തിരിച്ചു തന്നാൽ റീഫണ്ട് ഒന്നും ഇല്ല. 2 അറ്റംപ്റ്റ് എങ്ങാണ്ട് തരും. ഇവർ ക്ലാസ് ഒക്കെ എടുത്ത് തരും. കുറച്ച് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാടണം. ചാടിക്കഴിഞ്ഞ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇവർ വീഡിയോ തരും. ഞാൻ വിത്ത് വീഡിയോ ആണ് എടുത്താണ്. ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ 4600 പ്ലസ് വീഡിയോയ്ക്ക് 1500 അങ്ങനെയാണ് ഒരാൾക്ക്. അപ്പോൾ ഇപ്പോൾ വണ്ടി വരും, വണ്ടി വന്ന് തന്നെ കൊണ്ടുപോകും. എങ്ങനെയാണ് നമ്മുടെ മേത്തെ ആക്സറീസ് ഒന്നും പറ്റില്ല, എല്ലാം മാറ്റണം. എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ മേളിൽ നിന്ന് ചാടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം ഊരി കൊടുത്തു, വാച്ച്, ഫോണ് എല്ലാം കൊടുത്തു. ഇനി പാൻറ്റും ഷർട്ടും ചെരുപ്പും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി വണ്ടി വരട്ടെ, വണ്ടി വന്നിട്ട് അങ്ങോട്ട് പോവാം. എനിക്കിപ്പോൾ ഗോപ്രോ എടുക്കാൻ പറ്റില്ല, ഇവർ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് തരും, അതേ കാണാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ ആർക്കും വരാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പം ശരി, ഞാൻ പോട്ടെ. അപ്പോൾ ഞാൻ പോവുകയാണ്, ഞാൻ പോയിട്ട് വരാം. ഇതുപോലെ ആ സാധനത്തിൻ്റെ മണ്ടയ്ക്ക് ചാടാൻ പോവാണ്. ചാടിയിട്ട് വരാം കേട്ടോ. ബൈ ബൈ. ആ സൗണ്ട് കേട്ടിട്ട് ചേട്ടനെ പോലെ ഉണ്ട്. ആളാരാന്ന് അറിയത്തില്ല, അതേ സൗണ്ടാണ്. ചിലപ്പോൾ അത് ചേട്ടനായിരിക്കാൻ ചാൻസ് ഉണ്ട്, അറിയത്തില്ല അതാരാന്ന്. നല്ല നിലവിളിയുണ്ട്. അതുകൊണ്ട് ചാടി ഒരു പരുവായിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മേ, ഈ പൊക്കത്തിൽ താഴോട്ടി അടുത്തവരെ സമ്മതിക്കണ്ടോ? ഭീകരം. ഞാൻ ആദ്യം ചാടാൻ നേരത്ത് കണ്ണടച്ചു. കണ്ണുറത്ത് ചാടാൻ പേടിയായിരുന്നു, അതുകൊണ്ട് കണ്ണടച്ചാൽ മതി. ജസ്റ്റ് ചാടി കഴിഞ്ഞപ്പോൾ കണ്ണുറന്നു. ഒന്നും പറയില്ല. ഇത് വെറും ചാട്ടമല്ല കേട്ടോ, ചാട്ടത്തിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. കണ്ടോ, ഇന്ത്യാസ് ഹയസ്റ്റ് ബഞ്ചി ജമ്പിങ് വന്നിട്ട് വിത്ത് ഡേറ്റ്. ഈ ഇതിനകത്തൊരു പേര് എഴുതിയിട്ടുണ്ട്, ഒലിവർ ഹെഡൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി അടിപൊളിയാണ്. പുള്ളി കാനഡയിൽ നിന്നെങ്ങാണ്ട് വരുന്ന മനുഷ്യനാണ്. അങ്ങനെയാണ് ഇവിടെ 2 വർഷമായിട്ട് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ മീഡിയ കണ്ട്, ഇവിടെ മീഡിയ റൂമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ബഞ്ചി ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്തത്. എന്നിട്ട് ഇവിടെ മീഡിയ റൂമുണ്ട്, അവിടെ നിന്നാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യം, ഇവർക്ക് വെയിറ്റ്
കാറ്റഗറി ഉണ്ട്. യെല്ലോ, റെഡ്, ബ്ലൂ, ബ്ലാക്ക് എന്ന് പറഞ്ഞ് 3 കാറ്റഗറി ഉണ്ട്, അല്ല 4 കാറ്റഗറി ഉണ്ട്. അപ്പോൾ അത് വെയിറ്റ് അനുസരിച്ചാണ്. എൻ്റെ 61 to 75 അങ്ങനെ എന്തൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ 62 ആയിരുന്നു. അപ്പം റെഡിനകത്താണോ, അപ്പോൾ റെഡ് വെച്ച് അവർ ചാടിച്ചു. ഭയങ്കര പ്രൊട്ടക്ഷനാണ് മേളിൽ. അവിടെ കൂടെ നടക്കുന്ന എല്ലാവർക്കും മറ്റേ അവർ ടൈ ഉണ്ട്, ഇതിൽ കെട്ടിയിട്ടിട്ട് നടക്കാൻ പറ്റുള്ളൂ. അത് ലോക്ക് ചെയ്യും, അങ്ങനെയാണ് നടക്കുക. അപ്പം നമ്മുടെ ചെസ്റ്റിൽ, ഈ നമ്മുടെ കാലിൻ്റെ ഇടുപ്പിൽ, പിന്നെ കാല് ലോക്ക് ചെയ്ത് കാല് വിടർത്താനും അങ്ങനെയൊന്നും പറ്റില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഈ ബാറിൽ പിടിച്ചോണം ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചാടുമ്പോൾ. ഞാൻ ചാടിയപ്പോൾ കണ്ടു തുറന്ന് ചാടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ചാടുന്നവരെ വലിയ കുഴപ്പമില്ല. ചാടി കഴിഞ്ഞപ്പോഴാണ് ഈ ഹാർട്ട് ബീറ്റ് ഒക്കെ റൈസ് ചെയ്യുന്നത്. അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഭയങ്കര വ്യൂ ആണ് മേളിൽ നിന്ന്. അവിടെ ഇവരൊന്നും കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇനി കിട്ടുന്ന മീഡിയക്കകത്ത് കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. യെസ്, ഇവരുടെ മേളിൽ ഈ നമ്മൾ ചാടുന്ന ബഞ്ചി കോഡുണ്ടല്ലോ, ആ കോഡ് ആക്ച്വലി ഓരോ വെയിറ്റിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവർ ചാടിക്കുന്നതും ഓരോ വെയിറ്റിൻ്റെ കാറ്റഗറിയിലുള്ള ആൾക്കാരെ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ റെഡാണ്, എനിക്ക് മുന്നേ വന്ന ആൾക്കാർ ബ്ലൂ ആയിരുന്നു. ആക്ച്വലി അവരാണ് ആദ്യം പോകേണ്ടത്. പക്ഷേ ഇവർ റെഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇത്ര നമ്പർ റെഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ റെഡിലുള്ള ആൾക്കാരൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂവിലുള്ള ആൾക്കാരുണ്ട്. കാരണം അത് ഇവർ കുറച്ച് സെറ്റ് ചെയ്യാറുണ്ട് മേളിൽ. ഇതിൻ്റെ കോഡ് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബാക്കി ഓരോ വെയിറ്റ് കാറ്റഗറിക്കുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവർക്ക് വേറെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ പരിപാടികളുണ്ട്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അവർ ചോദിക്കും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അത് ശരിയാണ്. ഹാർട്ട് ഇഷ്യൂസൊക്കെ ഉള്ളവർ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് ഭേദം. പേടിയാവും, നല്ലോണം പേടിയാവും. ഞാൻ പേടിയുള്ള കൂട്ടത്തിലാണ്. പേടിയില്ലാത്ത മനുഷ്യന്മാരും കാണും, പക്ഷേ എനിക്ക് പേടിയായി. പക്ഷേ ആ പേടി വന്ന് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ വന്ന് ആ കോഡൊരു പിടുത്തം പിടിച്ച് നമ്മളെ മീൻസ് മറ്റേത് ഫ്രീ ഫോൾ പോലെ എങ്ങ് വീണുകൊണ്ടിരിക്കുക. അതിലൊരു പിടുത്തം വരും. ആ പിടുത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്യാം. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ചാട്ടം ഓൾമോസ്റ്റ് താഴെ എത്തുന്നിടം വരെ കൈ ഇവിടെ പിടിച്ച് വെച്ചേക്കായിരുന്നു. കൈ വിട്ടൊന്നുമില്ല. അതൊരു വിടാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അവിടെ ചാടി വരുന്നതിന് മുന്നേ. പക്ഷേ വിട്ടില്ല. താഴെ എത്തിയിട്ടാണ് പിന്നെ വിടുന്ന കാര്യം ഓർത്തത്. അത് മറന്നുപോയി, ബ്ലാങ്കായിപ്പോയി. ഇനി ഇതിലും വലുത് ചാടാൻ കുഴപ്പമില്ല. ഇനി ചെറുത് ചാടാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. ഇവിടെ ഫ്രീ ഫോൾ ഉണ്ട്. ഇവിടെ ഫ്രീ ഫോൾ ഉണ്ട്. അത് മേളിൽ നിന്ന് നേരെ ഈ വലയിലോട്ട്. അതിന് കയറും സാധനങ്ങളൊന്നുമില്ല. നേരെ വന്ന് അതിനകത്ത് വീഴുക. എന്നിട്ട് ആ വലയോടെ അവർ താഴോട്ടിടും. അവിടെ നിന്ന് എണീറ്റ് വരാം. അങ്ങനത്തെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. നിങ്ങൾക്ക് അറിഞ്ഞല്ലോ ആലക്കുളം. അപ്പം ശരി, ഇനി ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ കൂടെ കയറും, എന്നിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇനി അടുത്ത ആളിനൊക്കെ അവൻ പണി മേടിച്ചിട്ടുണ്ട്. ഇതേ ഉണ്ടോ പോകുന്നുണ്ടോ സൈക്കിൾ? അതെ, സ്കൈ സൈക്കിൾ ചെയ്യുന്നു. വള്ളി കൂടെ സൈക്കിളിൽ കയറി പോകുന്ന പരിപാടി. അങ്ങോട്ട് പൊക്കമുണ്ട്. ഈ വള്ളിയിൽ കൂടെ ഈ നീലയിൽ നിന്ന് കയറി അവിടെയുള്ള നീല ബിൽഡിങ്, നീലല്ല വയലറ്റ് ബിൽഡിങ്ങിൽ പോയി കയറണം. അതാണ് സെറ്റപ്പ്. ഇപ്പോൾ ആളിനെ ഒന്നും കാണുന്നില്ല, നോക്കട്ടെ. അങ്ങനെ ഹരിക്കുട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അവർ സൈക്കിളൊക്കെ തിരിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങറ്റം പോയിട്ട് അവിടെ നിന്ന് വരും. അങ്ങനെയാണ് നിന്റെ സെറ്റപ്പ്. ഹരിക്കുട്ടൻ ഹായ് പറയൂ. ഹലോ. അങ്ങനെ ഹരിക്കുട്ടൻ കയറി പോവാണ്. എടാ സൈക്കിളോട്ട് അറിയാമല്ലേ. അങ്ങനെ ഹരിക്കുട്ടൻ ചവിട്ടി പോകുന്നു. അവർ പറഞ്ഞത് ഒരുപാട് സ്പീഡിലും പോരുന്നു. എടുത്തോണ്ടിരിക്കുന്നതിനെ പുള്ളി അങ്ങ് വിടിയിപ്പിച്ചതാണ്. അതാണ് വീഡിയോ തുടക്കത്തിലേ വരാൻ പറ്റാത്ത. പുള്ളി പറഞ്ഞത് ഒരുപാട് സ്പീഡിലും പോകരുത്, ഒരുപാട് പതുക്കെയും പോകരുത്, മീഡിയം സ്പീഡിൽ ചവിട്ടി എനിക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെ നേരത്തെ വരുന്ന 2 സൈക്കിൾ ഒരെണ്ണം ഒരു പുള്ളി അപ്പുറത്ത് കൊണ്ട് ചവിട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് തിരിച്ച് ചവിട്ടിങ്ങി പോകണം. ഇതിൽ നിന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോരാ. മെക്കാനിക്സ് ഒക്കെ നല്ല രസം. ഇത് നടുക്കൊരു വോൾട്ട് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നിർത്തിയേക്കുന്നുണ്ട്.
അതിനെ പിടിച്ച് പൊക്കി ഇങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ തിരിയും. ലോക്ക് ഒരു സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ ലോക്കിൻ്റെ മേളിൽ തിരിയുന്ന കണക്കിനാണ് വെച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി ഇനി തിരിച്ചു വരും. മറ്റേ സൈക്കിളിൽ കൂടെ അല്ല, ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഇങ്ങോട്ട് തിരിച്ച് ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ട് അതിലാണെന്ന് വിചാരിച്ചു. പക്ഷെ അതിലല്ല, ഇതേ സൈക്കിൾ തന്നെയാണ് തിരിച്ചത്. ഇതാ വരുന്നു. എത്തി. അങ്ങനെ തിരിച്ചെത്തിരിക്കുകയാണ്. നല്ല പേടിയൊന്നുമില്ല, കുറച്ച് ദൂരേ ഉള്ളൂ. സ്റ്റിയറിംഗ് അത് അനങ്ങൂല, അത് ഫിക്സ് ആണ്. താഴോട്ട് നോക്കരുതെന്ന് അവരും പറഞ്ഞു. താഴോട്ട് നോക്കിയതുമില്ല. അങ്ങോട്ട് പോവുക, തിരിച്ച് അവരവിടെ വെച്ച് കറക്കി വിടും. അതേപോലെ അങ്ങ് പോവുക. കൊള്ളാം, സിമ്പിൾ, അടിപൊളി. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇന്ന് ഇനി ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, അഡ്വഞ്ചറൊക്കെ തീർന്നു. നാളെ ഞങ്ങളുടെ റിട്ടേൺ ഫ്ലൈറ്റ് നാളെ രാത്രിയിൽ. അപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് ഡൽഹിയിലോട്ട് ബസ്, ഉച്ചയ്ക്ക് അവിടെ എത്തുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ചിലപ്പോൾ കുട്ടി ഷോപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചെറിയ സാധനങ്ങൾ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഉത്തരാഖണ്ഡ് സീസൺ, കേദാർനാഥ്, ബദ്രീനാഥ് സീസണിൻ്റെ എല്ലാ വീഡിയോയും അപ്പോൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ബൈ, താങ്ക് യു.